വീട്ടിൽ ജോലി ചെയ്തിരുന്ന റോബോട്ട് വിചിത്രമായി പെരുമാറാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം അവൾ ഉടമയുടെ കുട്ടിയെ ബാത്ത് ടബിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ കുഞ്ഞു സഹോദരി നിലവിളി കേട്ട് ഓടിയെത്തി. ഭീകരമായ ആ കാഴ്ച കണ്ടതും അവൾ ഉടൻ തന്നെ അച്ഛനെ വിളിച്ചു. എന്നാൽ റോബോട്ട് ആരെയും അകത്തേക്ക് വരുന്നത് തടയാനായി വാതിലിൽ കൈവച്ചു. അച്ഛൻ അടുത്തു കണ്ട ഒരു ടേബിൾ ലാമ്പ് എടുത്ത് വാതിലിൽ പൂർണ്ണ ശക്തിയിലടിച്ചു. അതേസമയം അമ്മ മേൽക്കുഴയിൽ നിന്ന് ജനലിലൂടെ മുറിയിലേക്ക് ചാടി വീണു. റോബോട്ട് അവളെ കണ്ടതും വായുവിൽ ഉയർത്തി. അമ്മ എങ്ങനെയോ സ്വയം രക്ഷപ്പെട്ട് കുട്ടിയെ ബാത്ടബിൽ നിന്ന് പുറത്തെടുത്ത് മകൾക്ക് കൈമാറി. എന്നിട്ട് അതേ ലാമ്പ് എടുത്ത് റോബോട്ടിന്റെ തലക്കടിച്ചു. പക്ഷെ അത് ഫലിച്ചില്ല. ഒടുവിൽ അമ്മ ലാമ്പിന്റെ വയർ ഇലക്ട്രിക് ബോർഡിൽ തിരുകി. വൈദ്യുതാഘാതം റോബോട്ടിനെ തളർത്തുകയും അവൾ അവിടെ തന്നെ തകരുകയും ചെയ്തു. അമ്മ കുട്ടികളെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി. നിക്ക് അവിടെ തന്നെ നിന്നു. റോബോട്ടിനെ അറ്റകുറ്റപ്പണികൾക്കായി അയച്ചു. പക്ഷേ അവളുടെ ചിപ്പ് ഹോസ്റ്റ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചയുടൻ അവൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവൾ മുമ്പത്തേക്കാൾ വേഗതയും അപകടകാരിയുമായിരുന്നു. അവൾ നേരെ ആശുപത്രിയിലേക്ക് പോയി നഴ്സുമാരോട് സ്ത്രീയെക്കുറിച്ചും കുട്ടിയെക്കുറിച്ചും ചോദിച്ചു. ഓരോന്നായി ആശുപത്രിയിൽ ദുരൂഹ മരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇത് വെറും ഒരു റോബോട്ടല്ലെന്ന് അമ്മയ്ക്കും മകൾക്കും ഇപ്പോൾ ഉറപ്പായി. അവൾ ഒരു മാരകയന്ത്രമായിരുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ റോബോട്ട് വഴിതടഞ്ഞു നിന്നു. അവൾ അമ്മയുടെ നേർക്ക് പാഞ്ഞെടുക്കുകയും ഹൃദയം പിളർന്നെടുക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ നിക്ക് ഒരു കാറുമായി എത്തി. അമ്മ റോബോട്ടിനെ ചവിട്ടി. നിക്ക് പൂർണ്ണ വേഗതയിൽ അവളെ ഇടിച്ചു. റോബോട്ട് നിലത്ത് വീണു. പക്ഷെ അപകടത്തിൽ നിക്കിന് ഗുരുതരമായി പരിക്കേറ്റു. പെൺകുട്ടി അവനെ കാറിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തിട്ടു. പക്ഷെ റോബോട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. നിക്ക് ശക്തി സംഭരിച്ച ഒരു കഠാര അവളുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. ഇത്തവണ റോബോട്ട് പൂർണ്ണമായി നശിച്ചു. എന്നാൽ മരിക്കുന്നതിനു മുമ്പ് അവൾ തന്റെ ഓർമ്മകൾ മറ്റൊരു യന്ത്രത്തിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത് ശരിക്കും അവസാനമാണോ അതോ ഒരു തുടക്കം മാത്രമാണോ?